കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നാരായണീയം പാരായണത്തിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. നമുക്ക് ആദ്യം ധ്യാന ശ്ലോകം ചൊല്ലിക്കൊണ്ട് തുടങ്ങാം. ശരി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമ്രാണാം സന്നിധത്സേ സതതമപി പുരൈസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗദകങ്കണോത്തമമഹാ രത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗദഗദാ ശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്വിതിപദാം മൂർത്തിം തവാർത്തിച്ചിതം. പടന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തെ പരമമൂൻ അഹം ധന്യാന്മന്യേ സമധിഗത സർവാഭിലഷിതാൻ. വിദൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവത്ക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനമദദേ പാദതുളസീ പരിഘ്രാണേ ക്രാണം ശ്രവണമപി തേ ചാരുചരിതേ. ശ്രീഹരേ
ശ്രീഹരയേ നമ ശ്രീഹരയേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ ഇന്ന് ദശകം 6 പഠിക്കാൻ ആരംഭിക്കാം. ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. ആദ്യം തന്നെ എല്ലാവരും പൊന്നു ഗുരുവായൂരപ്പനെ മനസ്സിൽ ഗുരുവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പഠിക്കാൻ ആരംഭിക്കാം. ഈ ദശകത്തില് വിരാട് പുരുഷോത്പത്തി രൂപേണ ഭഗവാന്റെ സ്ഥൂല ശരീര ഉത്പത്തിയെ പറ്റി വിവരിച്ച ശേഷം പ്രപഞ്ചരൂപമായ ആ ശരീരത്തിലെ അവയവ ഭേദങ്ങളെ ഉപാസനയ്ക്ക് ഉപകരിക്കുന്ന വിധം പ്രത്യേകം എടുത്ത് വിവരിക്കുകയാണ് ഭട്ടതിരി. നമുക്ക് ഓരോ ശ്ലോകമായിട്ട് നോക്കാം. ആദ്യത്തെ ശ്ലോകത്തില് അല്ലയോ സർവശക്തനായ ഭഗവാനെ, ഇപ്രകാരം 14 ലോകങ്ങളാകുന്ന സ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്ന വിരാട് സ്വരൂപിയായ അങ്ങയുടെ ഉള്ളംകാലുകളെ പാതാളമെന്നു പറയുന്നു. ഹേ പ്രകാശ സ്വരൂപ, അങ്ങയുടെ പുറവടി രസാതലമെന്നും അല്ലയോ അദ്ഭുത സ്വരൂപ, അങ്ങയുടെ കണങ്കാലുകൾ മഹാതലമെന്നും പറയുന്നു. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. നമുക്ക് ആ ശ്ലോകം നോക്കാം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവ രസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. പദം പിരിക്കുന്ന വിധം നോക്കാം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളം ഈശ തവ പാദതലം വദന്തി പാദ ഊർധ്വദേശം അപി ദേവ രസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലം അദ്ഭുതാത്മൻ. ഒരു വട്ടം കൂടെ നോക്കാം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളം ഈശ തവ പാദതലം വദന്തി പാദ ഊർധ്വദേശം അപി ദേവ രസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലം അദ്ഭുതാത്മൻ. ഓരോ വരിയായിട്ട് നമുക്ക് നോക്കാം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ. രണ്ടാമത്തെ വരി. പാതാളമീശ തവ പാദതലം വദന്തി പാതാളമീശ തവ പാദതലം വദന്തി പാതാളം ഈശ തവ പാദതലം വദന്തി. മൂന്നാമത്തെ വരി നോക്കാം. പാദോർധ്വദേശമപി ദേവ രസാതലം തേ പാദോർധ്വദേശമപി ദേവ രസാതലം തേ പാദോർധ്വദേശമപി ദേവ രസാതലം തേ. ലാസ്റ്റ് ലൈൻ നോക്കാം. ഗുൽഭദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ ഗുൽഭദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ ഗുൽഭദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവ രസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ശ്ലോകത്തില് അർത്ഥം. ഹേ ചക്രപാണിയായ ഭഗവാനെ,
നിന്തിരുവടിയുടെ 2 കാൽവണ്ണകൾ തലാതലമെന്നും കാൽമുട്ടുകൾ സുതലമെന്നും 2 തുടകൾ വിതലം അതലം എന്ന 2 ലോകങ്ങളും അരക്കെട്ട് ഭൂലോകമെന്നും നാഭി ആകാശമെന്നും മാറിടം സ്വർഗമാണെന്നും പറഞ്ഞു വരുന്നു. ശ്ലോകം നോക്കാം. ജംഘേ തലാതലമധോ സുതലം ച ജാനൂ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭിः വക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ. പദം പിരിക്കുന്ന വിധം നോക്കാം. ജംഘേ തലാതലം അധഃ സുതലം ച ജാനു കിഞ്ച ഊരുഭാഗയുഗളം വിതല അതലേ ദ്വേ ക്ഷോണീതലം ജഘനം അംബരം അംഗനാഭിः വക്ഷഃ ച ശക്രനിലയഃ തവ ചക്രപാണി. ഒരു വട്ടം കൂടെ നോക്കാം. ജംഘേ തലാതലം അധഃ സുതലം ച ജാനു കിഞ്ച ഊരുഭാഗയുഗളം വിതല അതലേ ദ്വേ ക്ഷോണീതലം ജഘനം അംബരം അംഗനാഭിः വക്ഷഃ ച ശക്രനിലയഃ തവ ചക്രപാണി. ഓരോ വരിയായിട്ട് നോക്കാം. ജംഘേ തലാതലമധോ സുതലം ച ജാനൂ ജംഘേ തലാതലമധോ സുതലം ച ജാനൂ ജംഘേ തലാതലമധോ സുതലം ച ജാനൂ. രണ്ടാമത്തെ വരി നോക്കാം. കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ. മൂന്നാമത്തെ വരി. ക്ഷോണീതലം ജഘനമംബരമംഗനാഭിः ക്ഷോണീതലം ജഘനമംബരമംഗനാഭിः ക്ഷോണീതലം ജഘനമംബരമംഗനാഭിः. ലാസ്റ്റ് ലൈൻ നോക്കാം. വക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ വക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ വക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ജംഘേ തലാതലമധോ സുതലം ച ജാനൂ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭിः വക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ. നമുക്ക് അടുത്ത മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം. നിന്തിരുവടിയുടെ കഴുത്ത് മഹർലോകവും മുഖം ജനലോകവും നെറ്റിത്തടമാകട്ടെ തപോലോകവും സർവസ്വരൂപിയായ നിന്തിരുവടിയുടെ ശിരസ് സത്യലോകവും ആകുന്നു. അല്ലയോ ജഗത് സ്വരൂപനായ ഭഗവാനെ, ഇപ്രകാരം ലോകത്തിലുള്ള മറ്റു വസ്തുക്കളാലും കൽപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ നിന്തിരുവടിക്ക് നമസ്കാരം. ശ്ലോകം നോക്കാം. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തപസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി
അന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. പദം പിരിക്കുന്ന വിധം നോക്കാം. ഗ്രീവ മഹഃ തവ മുഖം ച ജനഃ തപഃ തു ഫാലം ശിരഃ തവ സമസ്തമയസ്യ സത്യം. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈഃ അപി അന്യൈഃ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഒരു വട്ടം കൂടെ നോക്കാം. ഗ്രീവ മഹഃ തവ മുഖം ച ജനഃ തപഃ തു ഫാലം ശിരഃ തവ സമസ്തമയസ്യ സത്യം. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈഃ അപി അന്യൈഃ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഓരോ വരിയായി നോക്കാം. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തപസ്തു. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തപസ്തു. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തപസ്തു. രണ്ടാമത്തെ വരി നോക്കാം. ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം. ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം. ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം. മൂന്നാമത്തെ വരി നോക്കാം. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി. ലാസ്റ്റ് ലൈൻ നോക്കാം. അന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. അന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. അന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തപസ്തു. ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി അന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. നമുക്കിനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. നാലാമത്തെ ശ്ലോകം, അതിനർത്ഥം നോക്കാം. പ്രപഞ്ചത്തിന് കാരണഭൂതനും നിയന്താവുമായ ഭഗവാനെ, അങ്ങയുടെ ബ്രഹ്മരന്ധ്രസ്ഥാനം അഥവാ സുഷുമ്നാ നാഡിയുടെ അഗ്രം വേദങ്ങളാകുന്നു. ഹേ കേശവ, നിന്തിരുവടിയുടെ വിശേഷപ്പെട്ട തലമുടി മേഘങ്ങളാകുന്നു. കമനീയങ്ങളായ പുരികക്കൊടികൾ രണ്ടും ബ്രഹ്മാവിന്റെ ആസ്ഥാനവും കൺപോളകൾ രാപ്പകലുകളും കണ്ണുകൾ സൂര്യനുമാകുന്നു. ശ്ലോകം നോക്കാം. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാസ്തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. പദം പിരിക്കുന്ന വിധം നോക്കാം. ത്വത് ബ്രഹ്മരന്ധ്രപദം ഈശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാഃ തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. ഒരു വട്ടം കൂടെ നോക്കാം. ത്വത് ബ്രഹ്മരന്ധ്രപദം ഈശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാഃ തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. ഓരോ വരിയായി നോക്കാം.
त्वद्ब्रह्मरन्ध्रपदमीश्वर विश्वकन्द त्वद्ब्रह्मरन्ध्रपदमीश्वर विश्वकन्द त्वद्ब्रह्मरन्ध्रपदमीश्वर विश्वकन्द രണ്ടാമത്തെ വരി നോക്കാം. छन्दांसि केशवघनास्तव केशपाशाः छन्दांसि केशवघनास्तव केशपाशाः छन्दांसि केशवघनास्तव केशपाशाः മൂന്നാമത്തെ വരി നോക്കാം. ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം. ലാസ്റ്റ് ലൈൻ നോക്കാം. पक्ष्माणि रात्रिदिवसौ सविता च नेत्रे पक्ष्माणि रात्रिदिवसौ सविता च नेत्रे पक्ष्माणि रात्रिदिवसौ सविता च नेत्रे. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. त्वद्ब्रह्मरन्ध्रपदमीश्वर विश्वकन्द छन्दांसि केशवघनास्तव केशपाशाः उल्लासि चिल्लियुगलं द्रुहिणस्य गेहं पक्ष्माणि रात्रिदिवसौ सविता च नेत्रे. നമുക്ക് അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം. ഹേ ഭഗവൻ, നിന്തിരുവടിയുടെ ലീലാകടാക്ഷങ്ങൾ മുഴുവൻ ലോകത്തിന്റെയും സൃഷ്ടികർമ്മമാകുന്നു. ചെവികൾ ദിക്കുകളും 2 നാസാദ്വാരങ്ങൾ അശ്വിനി ദേവന്മാരും മേലും കീഴുമുള്ള ചുണ്ടുകൾ യഥാക്രമം ലോഭവും ലജ്ജയും പല്ലുകൾ നക്ഷത്രജാലവും ദംഷ്ട്ര യമനുമാകുന്നു. ശ്ലോകം നോക്കാം. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷഃ കർണൗ ദിശോശ്വിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവന്നധരോത്തരോഷ്ടൗ താരാഗണാശ്ച ദശനാ ശമനശ്ച ദംഷ്ട്രാ. പദം പിരിക്കുന്ന വിധം നോക്കാം. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷഃ കർണൗ ദിശഃ അശ്വിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവൻ അധരോത്തരോഷ്ടൗ താരാഗണാഃ ച ദശനാഃ ശമനഃ ച ദംഷ്ട്ര. ഒരു വട്ടം കൂടെ നോക്കാം. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷഃ കർണൗ ദിശഃ അശ്വിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവൻ അധരോത്തരോഷ്ടൗ താരാഗണാഃ ച ദശനാഃ ശമനഃ ച ദംഷ്ട്ര. ഓരോ വരിയായി നോക്കാം. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷഃ നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷഃ നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷഃ. രണ്ടാമത്തെ ലൈൻ. കർണൗ ദിശോ അശ്വിയുഗളം തവ നാസികേ ദ്വേ കർണൗ ദിശോ അശ്വിയുഗളം തവ നാസികേ ദ്വേ കർണൗ ദിശോ അശ്വിയുഗളം തവ നാസികേ ദ്വേ. അടുത്ത വരി നോക്കാം.
लोभत्रपे च भगवन्नधरोत्तरोष्टौ लोभत्रपे च भगवन्नधरोत्तरोष्टौ लोभत्रपे च भगवन्नधरोत्तरोष्टौ ലാസ്റ്റ് ലൈൻ നോക്കാം. താരാഗണാശ്ച ദശന ശമനശ്ച ദംഷ്ട്രാ താരാഗണാശ്ച ദശന ശമനശ്ച ദംഷ്ട്രാ താരാഗണാശ്ച ദശന ശമനശ്ച ദംഷ്ട്രാ. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. निःशेषविश्वरचना च कटाक्षमोक्षः कर्णौ दिशोऽश्वियुगलं तव नासिके द्वे लोभत्रपे च भगवन्नधरोत्तरोष्टौ तारागणाश्च दशना शमनश्च दंष्ट्रा. श्रीहरये नमः. श्रीहरये नमः. गोपिका जीवनस्मरणं गोविन्द गोविन्द. ആറാമത്തെ ദശകത്തിൻ്റെ 5 ശ്ലോകങ്ങൾ ചൊല്ലാൻ പഠിച്ചു. ബാക്കി 5 നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ.